വീട്ടിൽ കണിയൊരുക്കിയും ക്ഷേത്ര ദർശനം നടത്തിയുമാണ് ഗുജറാത്തിലെ മലയാളികളുടെയും ആഘോഷം. അഹമ്മദാബാദിൽ നിന്ന് മലയാളികളോടൊപ്പം ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ലോകത്ത് എവിടെയായാലും ഓണവും വിഷുവും ഒക്കെ വലിയ തോതിൽ ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിൽ കുറേ മലയാളികൾ ഇതാ എന്നോടൊപ്പം ഉണ്ട്. രാവിലെ ക്ഷേത്ര ദർശനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവരുടെ ആഘോഷം ഇങ്ങനെ തുടങ്ങുന്നത്. ഇതെല്ലാം അവരോട് സംസാരിക്കാം. എങ്ങനെയുണ്ട് വിഷു ഒക്കെ? വിഷു വളരെ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മൾ നാടിൻ്റെ പ്രതീകവും നാടിൻ്റെ ഓർമ്മകളും ഒക്കെ നമുക്ക് ഈ വിഷു ഒരുക്കത്തിൽ കൂടാണ്. നമ്മൾ നല്ലതായിട്ട് ആഘോഷിക്കാറുണ്ട്. കണി വെക്കുകയും അതേപോലെ തന്നെ സദ്യ ഉണ്ടാക്കുകയും. കാരണം നമുക്ക് കൊച്ചിലെ ഉണ്ടായ ഓർമ്മകൾ നമ്മുടെ കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ നല്ലതായിട്ട് ആഘോഷിക്കാറുണ്ട്. അതെ അതെ, സാധാരണ ഓഫീസിലായിരിക്കും. അംബേദ്കർ ദിനത്തിന്റെ അവധി സാധാരണഗതിയിൽ 14 കിട്ടാറുള്ളതുകൊണ്ട് മിക്കവാറും അവധിയായിരിക്കും. ഇപ്രാവശ്യം ഒരു അവധി ദിവസമായിട്ട് തന്നെ കിട്ടി രണ്ടും. അപ്പോൾ വിഷുവും ജയന്തി ഒരുമിച്ച് ആഘോഷിക്കാൻ ഉള്ള അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ അവർക്ക് കൊന്നപ്പൂവൊക്കെ പറിച്ച് നാട്ടിലെ പോലെ കൊന്നപ്പൂ കിട്ടാനുണ്ടോ അവിടെ? ഇതെവിടുന്ന കൊന്ന കിട്ടിയത്? വളരെ സുലഭമായിട്ടുള്ള കൊന്ന. നമ്മുടെ നാട്ടിലത്തെക്കാട്ടിലും പറയണമെങ്കിൽ ഇവിടെ സച്ചിവാലയുടെ ഭാഗത്തൊക്കെ ഒരുപാട് പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളും കൂടി അങ്ങനെ തന്നെ അറിയാം. കാരണം ഈ റോഡ് സൈഡ് മുഴുവൻ കൊന്ന പൂത്ത് നിൽക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നല്ല ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാറ്റിനും ഇവിടെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും നാട്ടിലേക്കാളും കൊന്ന കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. റോഡ് മുഴുവൻ മഞ്ഞ പരവതാനി വിരിച്ച പോലെ കൊന്ന കാണുന്നത്. എന്താ പേര്? മേഘ. സരാധ്യ. വിഷു കണിയൊക്കെ കാണാറുണ്ട്? രാവിലെ വീട്ടിൽ എപ്പോഴും കാണാറുണ്ട്. രസം ഉണ്ടാക്കുന്നത് കാണാം. വിഷു ഒക്കെ ഇഷ്ടമാണ്? നാട്ടിലെ ആഘോഷങ്ങളൊക്കെ ഇഷ്ടമാണ്? എന്താ ഇഷ്ടം? കണി കാണുന്നതാണോ, ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്നതാണോ, അല്ല നല്ല ഉടുപ്പ് കിട്ടുന്നതാണോ, കൈനീട്ടം കിട്ടുന്നതാണോ? എന്താ കൈനീട്ടം കിട്ടുന്ന? എന്താ ഇഷ്ടം വിഷുവായിട്ട് ബന്ധപ്പെട്ട്? സദ്യ. വീട്ടില് സദ്യ ഉണ്ടാക്കി തരാറുണ്ടോ? ഉണ്ടാക്കി തരാറുണ്ട്. എങ്ങനെയുണ്ട് വിഷു ആഘോഷമൊക്കെ? പൊളിയാണ്. എല്ലാം നല്ലതായിട്ടിരിക്കുന്നു. എല്ലാം സദ്യ ഉണ്ടാക്കൽ എങ്ങനെയാണ്? നിങ്ങൾ വീട്ടിലുണ്ടാക്കല്ലോ പുറത്തുനിന്ന്? അല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വെളുപ്പിന് എണീറ്റ് ചോറും എല്ലാ സദ്യകളും എല്ലാ കറികളും കൂട്ടി പായസം കൂട്ടിയാണ് ഞങ്ങൾ. ഈ ദർശനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആയിരിക്കും അതെ അതെ കുറച്ചധികം പണിയുണ്ടാവും. അതെ വിഷു നന്നായി ആഘോഷിക്കാറുണ്ട്. കൈനീട്ടം കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കും. കിട്ടാലും ഉണ്ട്, വാങ്ങിക്കാലും ഉണ്ട്. ഏതായാലും വലിയ സന്തോഷം. മലയാളത്തെ ഇങ്ങനെ സ്നേഹിക്കുന്നു, നമ്മുടെ നാടിനെയൊക്കെ ഇങ്ങനെ ഓർക്കുന്നു. അതൊക്കെ തന്നെ വലിയൊരു സന്തോഷമാണ്. മറുനാട്ടിലിരുന്ന് ഈ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത്. ഏതായാലും അഹമ്മദാബാദിലാണ് നമ്മളുള്ളത്.